Hello, children. Hope you all are well. Today we'll start with real numbers. Before that, let me give you good news. WeCare e-education has opened up for class 10th also. So if you are interested, please register in the given number. We'll be following this timetable for the week and we'll be uploading videos in CBSE Manglish. And for those who register, there will be extra coaching along with extra practice, question answer sessions, oral tests, and all that. Okay, hope it benefits many of you. So let us continue with the lesson now. First, let us have a basic introduction to the lesson. What are real numbers? Real numbers are all the numbers that actually exist, that really exist. So, all that numbers which really exist, we call them real numbers. So simple, no? Okay, let us begin with a story. This man who collected all the numbers that existed. ഓക്കെ ഈ ഭൂമിയിലുള്ള എല്ലാ നമ്പേഴ്സിനും അയാൾ ഒരു ചാക്കിലേക്ക് ആക്കി. എന്നിട്ട് ഈ ചാക്കിലേക്ക് ആക്കിയിട്ട് അപ്പോൾ ഈ ചാക്കിൻ്റെ പേരെന്താണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ചാക്കായിട്ട് ഇയാൾ നടന്നു പോകുമ്പം പെട്ടെന്ന് ആ ചാക്ക് ഒന്ന് കീറിപ്പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നമ്പേഴ്സൊക്കെ താഴെ വീഴുന്നു. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്, ആ ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവറും പിന്നെ കുറേ നമ്പേഴ്സും വീഴുന്നു. ആ താഴെ വീഴുന്ന നമ്പേഴ്സ് എങ്ങനത്തെ നമ്പേഴ്സ് ആയിരുന്നു? ഒക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, ആ ചാക്ക് ഉള്ളൊരു കവർ എന്തിൻ്റെ കവറായിരുന്നു? ഒക്കെ റാഷണൽ നമ്പേഴ്സിൻ്റെ കവറായിരുന്നു. അപ്പോൾ ഈ ഇറാഷണൽ നമ്പർ എന്താ, റാഷണൽ നമ്പർ എന്താണെന്ന് വ്യത്യാസം നമുക്ക് ഫർദർ ഇൻ ദ ചാപ്റ്റർ വി വിൽ സി. ഓക്കെ, എക്സസൈസ് 1.3 എത്തുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരാം. അപ്പോൾ അത് ഇനി ഒന്നും കൂടി ഡീറ്റെയിലിൽ അപ്പം നോക്കാം. ഇപ്പോൾ ഇയാളെ കഥയിലേക്ക് നമുക്ക് തുടരാം. അപ്പോൾ ഇയാൾ എന്താക്കി, ആ റാഷണൽ നമ്പേഴ്സിൻ്റെ ചാക്കായിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം പോയപ്പോൾ ആ ചാക്കും കീറി. പിന്നെ താഴെ വീഴുന്ന നമ്പേഴ്സ് എന്തേനി? കുറച്ച് ഫ്രാക്ഷൻസ് ഏനി. ആ ഫ്രാക്ഷൻ, ഡെസിമൽ നമ്പേഴ്സ് അതൊക്കെയാണ് താഴെ വീഴുന്നത്. എന്നിട്ട് ഒരു കവറും കൂടി വീണ്. ആ കവർ എന്തായിരുന്നു? ഇൻറ്റീജേഴ്സിൻ്റെ കവറായിരുന്നു. അപ്പോൾ ഇയാൾ ആ ഇൻറ്റീജേഴ്സിൻ്റെ കവർ തൂക്കി പിടിച്ച് നടന്നു. കുറച്ച് ദൂരം പോയപ്പോൾ ഓബ്വിയസ്ലി ആ കവറും കീറിപ്പോയി. അപ്പോൾ വീഴുന്ന നമ്പേഴ്സ് എന്തായിരുന്നു? താഴെ ചിന്തിയ നമ്പേഴ്സൊക്കെ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു. ബാക്കി നമ്പേഴ്സ് ഒരു കവറിൻ്റെ ഉള്ളിലായിരുന്നു. ആ കവറിൻ്റെ പേരെന്തായിരുന്നു? ഹോൾ നമ്പേഴ്സ്. കറക്റ്റ്. പിന്നെന്തായി? കഥ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. ആ ആള് ഹോൾ നമ്പേഴ്സിൻ്റെ കവറായിട്ട് നടന്നു. പിന്നെയും ആ കവർ കീറി. കുറേ നമ്പേഴ്സ് താഴെ വീഴുന്നു. അല്ല, ഒരു നമ്പർ മാത്രം താഴെ വീഴുന്നു, 0. ബാക്കി നമ്പേഴ്സ് വേറെ കവറിലായിരുന്നു. ആ കവറിൻ്റെ പേരായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്. പിന്നെ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കവറായിട്ട് പോയപ്പോൾ അതും കീറി താഴെ ഫുള്ളും പോസിറ്റീവ് നമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ 1 മുതൽ തുടങ്ങി ഇൻഫിനിറ്റ് വരെയുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പോകുന്നതിൻ്റെ ശേഷം ഒരു കുട്ടി വിചാരിച്ചു ഞാൻ ഈ നമ്പേഴ്സൊക്കെ കളക്ട് ചെയ്യാം, അപ്പോൾ ഒരു റിവിഷൻ ആയിക്കോളുമല്ലോ, അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യാം. ആ കുട്ടി ഫസ്റ്റ് എല്ലാം പോസിറ്റീവ് നമ്പേഴ്സിനെ കളക്ട് ചെയ്ത് ഒരു ബാക്കിലാക്കി. അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? ഫാസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. അതിൻ്റെ കൂടെ ഒരു 0 ഇട്ടപ്പം അത് 0 ആ നമ്പേഴ്സിനെ വേറെ കവറിലാക്കി. അപ്പോൾ അതിൻ്റെ പേര് ഹോൾ നമ്പേഴ്സ്. പിന്നെ ഓൻ എന്താ നോക്കിയത്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഏതാ തോനെ, അതൊക്കെ പേർക്ക് കവറിലിട്ട്. അപ്പോൾ അത് കവർ എന്തായി? ഇൻറ്റീജേഴ്സ്. പിന്നെ ഓൻ നോക്കിയ ഫ്രാക്ഷൻസ്. കുറേ ഫ്രാക്ഷൻസ് ഏതാ P/Q ഫോമിൽ കിടക്കുന്നു, കുറേ ഫ്രാക്ഷൻസ് ഏതാ ഡെസിമൽ ഫോമിൽ കിടക്കുന്നു. അതൊക്കെ ഓൻ പെറുക്കി ആ കവറിലിട്ട്. അപ്പോൾ ആ നമ്പർ എന്തായി? റാഷണൽ നമ്പേഴ്സ്. പിന്നെ പുറത്ത് കിടക്കുന്ന നമ്പേഴ്സ് എന്തായി? √3, π, 5 അങ്ങനത്തെ ഒക്കെ നമ്പേഴ്സാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തായിരുന്നു? ഇറാഷണൽ നമ്പേഴ്സ് ആയിരുന്നു. അത് ഓൻ എടുത്ത് കവറിലാക്കിയപ്പം അവൻ്റെ കവർ പൂർത്തിയായി. ആ കവറിൻ്റെ പേരെന്താണ്? റിയൽ നമ്പേഴ്സ്. നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ ഈ സ്റ്റോറി. നമ്പർ ലൈൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇങ്ങനെയാണ് നമ്പേഴ്സിൻ്റെ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ലെസണിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് റിയൽ നമ്പേഴ്സിനൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ. അത് പേരിൻ്റെ അത്ര കോംപ്ലക്സ് ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഒരു ബേസിക് ഫോർമുലയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഫോർമുലയിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു നോർമൽ ഒരു ബേസിക് ഡിവിഷൻ എടുത്തോളി, ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെയ്ത് നോക്കി. 20 ഡിവൈഡഡ് ബൈ 5 വി ഗെറ്റ് ദ ആൻസർ ആസ് 4 ആൻഡ് വി ഗെറ്റ് ദ റിമൈൻഡർ ആസ് 0.
അപ്പോൾ what we'll write it answer is 4. 20 divided by answer 4. Very simple. ഇപ്പോൾ ഇത് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? 20 is equal to 5 into 4 അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെക്ക് ചെയ്യുക? നമ്മൾ പ്ലസ് ചെയ്തിട്ട് മൈനസ് ചെയ്ത് ചെക്ക് ചെയ്യും, പിന്നെ മൈനസ് ചെയ്തിട്ട് പ്ലസ് ആക്കി ചെക്ക് ചെയ്യും. അങ്ങനെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡിവിഷൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ചതല്ലേ. ഇപ്പോൾ 20 divided by 5 gives you 4. What does it mean? 20 is equal to 5 into 4. ഓക്കെ, ഇപ്പോൾ ഞാൻ നമ്പർ 21 ആണ് എടുത്തെങ്കിലോ 21 divided by 5 എന്താ കിട്ടുക? ജസ്റ്റ് സീ ഹിയർ, 21 divided by 5 ചെയ്യുമ്പം 4 quotient കിട്ടുന്നുണ്ട് ആൻഡ് റിമൈൻഡർ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതും? 21 is equal to 5 into 4. 5 into 4 എന്താണ്? 20 പ്ലസ് 1 റിമൈൻഡർ അല്ലേ. അപ്പോൾ 21 ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി. ഇത് നമ്മൾ ലോവർ ക്ലാസ്സസിൽ ചെയ്തതാണ്, ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഡിവിഷൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുമ്പം ഹൗ ഡു യു ഡു? ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ അല്ലേ. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ അതായിരുന്നു ഡിവിഷൻ ലെമ്മ, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മൻ്റെ ഫോർമുല. ഇപ്പോൾ ഇതൊരു ഫോർമുല ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വാട്ട് വിൽ യു ലേൺ? എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. ഇത് ഓർമ്മ വെച്ചോളി, എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫർദർ ആറിൻ്റെ വാല്യൂസ് ഒരു റേഞ്ച് ആയിട്ടൊക്കെ നോക്കാനുണ്ട്, അത് നമുക്ക് പിന്നെ നോക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് സെറ്റ് ഓഫ് സംസ് ചെയ്യാൻ ഇങ്ങനെ മതി, ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ലെറ്റ് us begin with your exercise 1.1. ഈ എക്സസൈസ് 1.1 വളരെ ഈസിയുള്ള എക്സസൈസാണ്. 5 സംസ് ഉള്ളൂ ഇതിൽ. 2 ടൈപ്സ് ഓഫ് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് കോൺസെപ്റ്റിന് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച ഇതുവരെ ഉള്ളത് മതിയാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സസൈസ് 1.1 ഡീൽ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് നോക്കാനുള്ളത് HCFനെ പറ്റിയിട്ടാണ്. ഹൗ ടു ഫൈൻഡ് HCF. ലോവർ ക്ലാസ്സസിലൊക്കെ നമ്മൾ HCF പഠിച്ചല്ലോ. ആ HCF ഫൈൻഡ് ചെയ്യാൻ ഇപ്പോൾ ബിഗ് നമ്പേഴ്സ് ആകുമ്പോൾ ആ രീതിയിൽ ഫൈൻഡ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് അല്ലേ. ലോവർ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ HCF പഠിച്ചേ? ഇപ്പോൾ 2 നമ്പേഴ്സ് ആണെന്ന് വിചാരിച്ചോളി, 15 ആൻഡ് 20. ഇവർ രണ്ടാളുടെ HCF ഫൈൻഡ് ചെയ്യണമെങ്കിൽ 15ൻ്റെ ഫസ്റ്റ് ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുമല്ലോ, ദാറ്റ് ഈസ് 3 into 5. 20ൻ്റെ ഫാക്ടേഴ്സ് എന്താ? 2 into 2 into 5 അല്ലേ, അതാണ് 20ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മളുടെ HCF എന്തായിരിക്കും? ഈ 5ഉം ഈ 5ഉം അല്ലേ. ഈ 2 5ഉം കോമൺ ആണ്, 15ലും കോമൺ ആണ്, 20ലും കോമൺ ആണ്. അപ്പോൾ HCF വിൽ ബി 5 അല്ലേ. നമ്മളിങ്ങനെയല്ലേ ചെയ്തിഞ്ഞ്. പക്ഷെ അത് സ്മോൾ നമ്പേഴ്സ് ആയപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ഫാക്ടേഴ്സൊക്കെ എടുത്തിട്ട് കണ്ടുപിടിക്കാം. ഇനി ബിഗ് നമ്പേഴ്സ് വന്നാലോ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫാക്ടേഴ്സ് എഴുതിയിട്ട് ഏത് ഫാക്ടേഴ്സ് കോമൺ ആണ് അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കേസസിലാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സസൈസ് 1.1 തുടങ്ങാം. Okay, this is your exercise 1.1 first question. HCF of 135 and 225. അപ്പോൾ ഇതിനൊരു സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമുക്ക് ബൈ ഹാർട്ട് ആക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടി? വിച്ച് ഇസ് എ ബിഗർ നമ്പർ? 225 അല്ല ബിഗർ നമ്പർ. അപ്പോൾ ദാറ്റ് വിൽ ബി യുവർ ഡിവിഡൻറ്റ്. ഓക്കെ, ആൻഡ് ദ സ്മോളർ നമ്പർ വിൽ ബി യുവർ ഡിവൈസർ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി? 225 യു ഹാവ് ടു ഡിവൈഡ് വിത്ത് 135. So when you do that, you get the remainder 90. It goes one time and you get the remainder 90. അപ്പോൾ നിങ്ങൾ എന്താക്കണം? ഈ ഫോർമാറ്റിൽ എഴുതണം. നമ്മൾ യൂക്ലിഡ്സ് ലെമ്മൻ്റെ ഫോർമാറ്റിൽ ഡിവിഡൻറ്റ് എഴുതി, ഡിവൈസർ എഴുതി, ഇൻറ്റു കോഷ്യൻറ്റ് എഴുതി, പ്ലസ് റിമൈൻഡർ എഴുതി. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്ന വരെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ആകുമ്പോൾ എന്താക്കും? ഈ ഡിവൈസർ ആവും ഇവിടുത്തെ ഡിവിഡൻറ്റ് ആവുക, ഈ റിമൈൻഡർ ആവും ഡിവൈസർ ആവുക. അത് ഓർമ്മ വെച്ചോളി, ഡിവൈസറും ഡിവിഡൻറ്റും മാറും. അപ്പോൾ വെൻ യു ഡൂ ദാറ്റ്, divide 135 by 90, what you will get answer? You will get the answer 45. Okay, when you divide 135 by 90, you get the answer 45. അപ്പോൾ അത് പിന്നെ നിങ്ങൾ you write it in this form. 135 dividend, 90 is your divisor. അപ്പോൾ റിമൈൻഡർ കിട്ടിയത് 45 അല്ലേ. അപ്പോൾ 45 ആയിട്ടുള്ളൂ, 0 ആയിട്ടില്ലല്ലോ. അപ്പോൾ you have to do one more step. Okay, this time what do we take? 90 should be the dividend. 45 will be your divisor.
Okay, now you divide 90 and 45, you will get 0. You will get the quotient 2 and you will get 0. Appo finally what do you have to take as answer? 45. This will be your answer. Okay, the last divisor that you get will be the answer, that is HCF. HCF is equal to 45. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് എഴുതണം. അത് എഴുതുമ്പോൾ നടുക്ക് ഇതും എഴുതി കൊടുക്കണം. റിമൈൻഡർ ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ യു ആർ ഡൂയിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ അഗെയിൻ റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. സോ യു ആർ ഡൂയിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ലൈക്ക് ദാറ്റ്. ലെറ്റ് us see the next sum. You have to find the HCF of 196 and 38220. അപ്പോൾ അത് 38220 വലിയ നമ്പർ അല്ല. അപ്പോൾ ദാറ്റ് ഇസ് ഒബ്വിയസ്ലി ദ ബിഗർ നമ്പർ. സോ ഫസ്റ്റ് യു ഡിവൈഡ് ഇറ്റ് വിത്ത് 196. ഡിവിഷൻ കഴിഞ്ഞാൽ യു ഗെറ്റ് റിമൈൻഡർ 0. ഡയറക്റ്റ്ലി 0 ആണ് റിമൈൻഡർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിൽ ആൻസർ കഴിയുന്നുണ്ട്. അപ്പോൾ വാട്ട് വിൽ ബി യുവർ HCF? HCF ഈ ടേം ആയിരിക്കും. ഓക്കെ, ഈ ടേമാണ് HCF. നിങ്ങൾ ആ ഫോർമാറ്റിൽ എഴുതി ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ 0 ആയല്ലോ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഫിനിഷ് ആയി. അപ്പോൾ ആൻസർ എന്താണ്? ഈ ടേം. ദിസ് ടേം യു ഹാവ് ടു ടേക്ക് ആസ് ദ HCF. ദാറ്റ് ഇസ് ദ ഡിവൈസർ, ലാസ്റ്റ് ഡിവൈസർ ദാറ്റ് യു ഗെറ്റ്. വെൻ യു ഡിവൈഡ് യു ഗെറ്റ് 0. ദാറ്റ് ഡിവൈസർ ഇസ് ദ HCF. സോ HCF ഇസ് ഈക്വൽ ടു 196. ഈ സം എളുപ്പമായിരുന്നു, ഒരു സ്റ്റെപ്പിൽ തന്നെ കഴിഞ്ഞു. നെക്സ്റ്റ് സം നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് സം. യുവർ ഡിവൈസർ ഇസ് 255. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താക്കണം? 867 ഡിവൈഡഡ് ബൈ 255. അപ്പോൾ വെൻ യു സോൾവ് ദ സം യു ഗെറ്റ് ദ കോഷ്യൻറ്റ് 3 ആൻഡ് ദ റിമൈൻഡർ 102. അപ്പോൾ അതിനെ ഈ ഫോർമാറ്റിൽ എഴുതിയെടുക്കാം. യു റോട്ട് ഡൗൺ യുവർ ഡിവിഡൻറ്റ്, ദെൻ ദിസ് ഇസ് യുവർ ഡിവൈസർ, കോഷ്യൻറ്റ് ദാറ്റ് യു ഗോട്ട് ഹിയർ ആൻഡ് യുവർ റിമൈൻഡർ. Okay, remainder not 0. So write down the step, remainder is not equal to 0. So now you are proceeding. This time this will be your dividend and this will be your divisor. Okay, now again you divide. What do you get? See, remainder 51 you get. Okay, so when you divide the division ഒക്കെ ഞാൻ ഫുൾ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 10ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഡിവിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മോശമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ പിന്നെ റിമൈൻഡർ 51 കിട്ടുന്നുണ്ട്. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു? അഗെയിൻ യു ഹാവ് ടു പ്രൊസീഡ്. വൺ മോർ സ്റ്റെപ്പ് യു ഹാവ് ടു ഡു. അഗെയിൻ ദിസ് ടൈം ദിസ് വിൽ ബിക്കം ദ ഡിവിഡൻറ്റ്, this will become your divisor. That means 102നെ 51 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ what do you get? You get direct 2 as the quotient and 0 remainder. Then yes, we got 0, no? So our sum stops here. So now this will be your HCF, this term. That is the divisor, last divisor that you get when you have the remainder 0. അപ്പോൾ HCF കിട്ടിയപ്പോൾ യുവർ HCF ആൻസർ ഇസ് 51. അപ്പോൾ ഇത് എത്ര എളുപ്പമായി. അതർവൈസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത്രയും വലിയ നമ്പേഴ്സിൻ്റെ ഫുൾ ഫാക്ടേഴ്സ് എഴുതിയിട്ട് എന്നിട്ട് അതിൻ്റെ കോമൺ എടുത്തിട്ട് അതും HCF കണ്ടുപിടിക്കാൻ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. സോ ദിസ് ഡിവിഷൻ ലെമ്മ മെത്തേഡ് മേക്സ് ഇറ്റ് ഈസി. Now the second sum is about dealing with the next concept which we'll take in the next class. Okay, അപ്പോൾ ഈ കോൺസെപ്റ്റ് തന്നെ വെച്ചിട്ട് ഇനിയൊരു സം നിങ്ങളെ ടെക്സ്റ്റ് എക്സസൈസ് 1.1 that is the third sum. Let me read the question for you. An army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? ഓക്കെ, അപ്പോൾ ഒരു ആർമി ബാൻഡ് മുന്നിൽ നടക്കുന്നുണ്ട്. അതിൽ 32 മെമ്പേഴ്സാണ്. കണ്ടീജൻറ്റ് ബാക്കിൽ നടക്കുന്നുണ്ട്. അതിൽ 616 മെമ്പേഴ്സാണ്. അപ്പോൾ ഈ ആർമിക്കും കണ്ടീജൻറ്റിനും ഒരേ നമ്പർ ഓഫ് കോളംസാണ് വേണ്ടി. അപ്പോൾ നിങ്ങളെ ചോദ്യമാണ് ഹൗ മെനി കോളംസ് വിൽ ബി ദെയർ. അപ്പോൾ HCF ഫൈൻഡ് ചെയ്യേണ്ടി. ഇങ്ങനെ ഹയസ്റ്റ് നമ്പർ, മാക്സിമം നമ്പർ അങ്ങനെയൊക്കെ ചോദിച്ചാൽ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടി. So you have to find the HCF of 616 and 32. അപ്പോൾ അത് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് ഡിവിഷൻ ലെമ്മ ഫോർമുലയിൽ എടുത്ത് എഴുതാം. അപ്പോൾ 616 ഡിവൈഡ് ബൈ 32 വെൻ യു ഡു യു ഗെറ്റ് കോഷ്യൻ 19 ആൻഡ് റിമൈൻഡർ യു ഗെറ്റ് 8. അപ്പോൾ അത് ഇങ്ങനത്തെ ഫോർമാറ്റിൽ എഴുതാം. 616 is equal to 32 into 19 plus 8. Now what do we see? The remainder is not 0. So we have to proceed. Okay, അപ്പോൾ ഇത് നമ്മളുടെ ഡിവിഡൻറ്റ് ആവും, ഇത് നമ്മളുടെ ഡിവൈസർ ആവും. കറക്റ്റ്. ആൻഡ് ദെൻ വെൻ യു ഡിവൈഡ് 32 by 8 യു ഗെറ്റ് ദ റിമൈൻഡർ 0 അല്ലേ. അപ്പോൾ ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എത്തിയല്ലോ, 0 എത്തിയല്ലോ. അപ്പോൾ നമ്മൾ HCF എന്തായിരിക്കും? ഈ ടേം ആയിരിക്കും HCF, ദ ഫൈനൽ ഡിവൈസർ. സോ ദ ആൻസർ യുവർ HCF is 8. So you can say they can march in 8 columns.
So that is your answer. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഫൈനലി യു ഹാവ് ടു ഫൈൻഡ് ദ HCF and this Euclid's division lemma method makes the purpose easy. Okay, now next concept we'll see in the next class. Now this much I hope you all understood. Okay, now more similar questions for practice I'll give in the WhatsApp group, and we'll practice more. I'll clear your doubts if you have any, and all similar types of this concepts, all types of sums we will do in the WhatsApp group. Okay children, if you are interested to register in this online tuition course, you can give a call in this number. Okay, bye.